മെത്തേഡ് 2 ചെയ്യും. ഓക്കെ, മെത്തേഡ് 2 തന്നേക്കുന്ന ഇക്വേഷൻ എന്താണ്? y is equal to x minus x square by 8 അല്ലെ? ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കമ്പയർ ചെയ്യും. നമ്മൾ തൊട്ട് മുമ്പ് ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തായിരുന്നു അല്ലെ? എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? y is equal to x tan theta minus gx square by 2u square cos square theta അല്ലെ? ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ട്രജക്ടറി എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? y is equal to x tan theta minus gx square by 2u square cos square theta ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, കമ്പയർ ചെയ്യാം. നോക്കിക്കോ, എക്സ് എക്സ് ടാൻ തീറ്റയ്ക്ക് പകരം അവിടെ ഒന്നുമില്ല, മീൻസ് 1 ആണ് അല്ലെ? അപ്പൊ ടാൻ തീറ്റ എന്താന്ന് കിട്ടി? 1 ആണ് ഇല്ലേ? കമ്പയറിങ് അപ്പോ എക്സ് മാത്രമേ ഉള്ളൂ അല്ലെ? ഇവിടെ എക്സ് ടാൻ തീറ്റയാണ്. അപ്പൊ ടാൻ തീറ്റ അവിടെ എന്താ? 1 ആണ്. കാരണം എക്സ് ഇൻറ്റു 1 ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് ഇൻറ്റു 1 ആണ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ? എക്സ് ഇൻറ്റു ടാൻ തീറ്റയാണ്. അപ്പൊ മുകളിൽ എക്സ് ഇൻറ്റു 1, താഴെ എക്സ് ഇൻറ്റു ടാൻ തീറ്റ. അപ്പൊ എന്ത് കിട്ടി? 1 ഈക്വൽ ടു ടാൻ തീറ്റ. സോ യു ക്യാൻ റൈറ്റ് ടാൻ തീറ്റ ഈക്വൽ ടു 1. ഈ ടാൻ തീറ്റ എവിടെ 1 ആവണേ? തീറ്റ 45 ഡിഗ്രി ആവുന്ന സമയം. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ അത് കിട്ടി. നൗ അടുത്തത് സെക്കൻഡ് പാർട്ട് കമ്പയർ ചെയ്യും. സെക്കൻഡ് ടൈം കമ്പയർ ചെയ്യും. ഇവിടെ എക്സ് സ്ക്വയർ ബൈ 80. അപ്പൊ എക്സ് സ്ക്വയർ കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ മൊത്തം നോക്കാം അല്ലെ? ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലെ? എക്സ് സ്ക്വയർ കൂടാതെ പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ? ജി ഉണ്ട്, താഴെ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. ഇവിടെ എക്സ് സ്ക്വയറിന്റെ എന്താ പറഞ്ഞത്? ഒരു 1/80 ഉണ്ട് അല്ലെ? 8 താഴെയാണ്. സോ എന്താ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്? 1/80 ആണ്. അപ്പോ അഗൈൻ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. എന്താ കിട്ടുക? മുകളില് 1/80 ഈക്വൽ ടു ഇവിടെ എന്താ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്? ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. സോ യു ക്യാൻ റൈറ്റ് 1/80 is equal to g by 2u square cos square theta. ശരിയല്ലേ? അപ്പൊ നമുക്ക് തീറ്റ കിട്ടി. എന്താ കിട്ടാത്ത? ഇനി യു ആണ് കിട്ടാത്തത്. അപ്പൊ നമുക്ക് യു കണ്ടുപിടിക്കാം. അപ്പൊ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 cos square theta നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്പോ നമുക്ക് തീറ്റ അറിയാം. എന്താ വേണ്ടേ? യു കൂടെ കിട്ടിയാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം u square is equal to g into 80 by 2 cos square theta. ശരിയല്ലേ? ആ u square എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകും. അപ്പൊ u square is equal to g into 80 by 2 cos square theta. Okay, now g യുടെ വാല്യൂ നമുക്കറിയാം. തൽക്കാലം 10 കൊടുക്കുകയാണെങ്കിൽ 10 into 80 by 2 into cos square theta. എത്ര cos theta? തീറ്റ എത്രയാ? 45. അപ്പൊ എത്ര cos theta? 1/√. അല്ലെ? cos 45 എത്ര? 1/√. നമുക്ക് വേണ്ട cos square theta ആണ്. അപ്പൊ എന്താ വരിക? 1/√ന്റെ സ്ക്വയർ മീൻസ് 1/2 എന്ന്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ g എന്ന് പറയുന്നത് തന്നെ എടുക്കാൻ 80 ഉണ്ട്, 2 ഉണ്ട്, cos square theta. തീറ്റ നമുക്കറിയാം, കണ്ടുപിടിച്ചു. cos theta എത്രയാ? cos 45 എത്രയാണ്? 1/√. അപ്പൊ cos square 45 എത്രയായിരിക്കും? 1/√ന്റെ സ്ക്വയർ എന്താണ്? 1/2. Again, ആ 2 ഈ 2 കട്ടാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? u square is equal to 800 എന്ന് കിട്ടും. 800. അപ്പോ എന്താണ് കിട്ടിയത്? u square is equal to 800. അങ്ങനെയാണെങ്കിൽ u എന്തായിരിക്കും? u എന്ന് പറയുന്നത് √800 ആയിരിക്കും. നമുക്ക് എഴുതാം √402 അല്ലേ? അപ്പൊ എഴുതാൻ വരാം u is equal to 20√2. 20√2. u is equal to 20√2. അപ്പൊ u കിട്ടി. അപ്പൊ നമുക്ക് തീറ്റ കിട്ടിയായിരുന്നു, യു ഇപ്പൊ യു കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കണേ? മാക്സിമം ഹൈറ്റ് വേണം അറിയാം. അപ്പൊ ഹൈറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. h is equal to u square sin square theta by 2. u square sin square theta by 2. അപ്പൊ u square നമുക്കറിയാലോ. എത്ര u square? 800. അപ്പൊ 800 into sin theta നമുക്കറിയാം. sin theta എത്രയാ? sin 45 ആണ് അല്ലെ? 1/√2 ആണ്. sin square theta 1/√ന്റെ സ്ക്വയർ എത്രയാ? 1/2 എന്ന് വരും. പിന്നെ താഴെ 2 ഉണ്ട്, ഒരു g ഉണ്ട്. g നമുക്ക് 10 ഉണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പോ 0 കട്ടായി. 2 into 4 മുകളില് 20. ഇത് കിട്ടി ഹൈറ്റ് അഗൈൻ 20 ആൻസർ. സെയിം ആൻസർ അല്ലേ കിട്ടിയത്? ഇത് കുറച്ച് ലെങ്തി ആണ്. ഇങ്ങനെ ആക്കി മിക്കവാറും സ്കൂളിൽ പഠിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ ഇതാണ് തന്നേക്കുന്ന ഇക്വേഷൻ. അപ്പോ ഒരു പരാബോളിക് പാത്തിന്റെ ഇക്വേഷൻ തന്നേക്കണേ. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കറിയാം. y is equal to x tan theta minus gx square by 2u square cos square theta. കമ്പയർ ചെയ്യാം.
എക്സിന്റെ കോഷ്യന്റ് കമ്പയർ ചെയ്യാം, എക്സ് സ്ക്വയറിന്റെ കോഷ്യന്റ് കമ്പയർ ചെയ്യാം. എക്സിന്റെ കോഷ്യന്റ് എത്രയാ? 1. ഇക്വേഷൻ ഉണ്ടോ? ടാൻ തീറ്റ. അപ്പൊ 1 ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ എന്ത് കിട്ടി? തീറ്റ ഈക്വൽ ടു 45 അല്ലെ? ടാൻ തീറ്റ ഇവിടെ 1 ആണ്, 45 ഡിഗ്രി. അടുത്ത ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഷ്യന്റ് 1/8. അപ്പൊ 1/8 ഈസ് ഈക്വൽ ഇവിടെയോ g/2u സ്ക്വയർ cos സ്ക്വയർ തീറ്റ. g/2u സ്ക്വയർ cos സ്ക്വയർ തീറ്റ. എനിക്ക് u കിട്ടിയാൽ മതി. അപ്പൊ അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് യു സ്ക്വയർ ഇക്വേഷൻ കിട്ടും. എന്താ യു സ്ക്വയർ കിട്ടുക? 800 കിട്ടും. യു കാണേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഇക്വേഷൻ യു സ്ക്വയർ ആണ്. ജസ്റ്റ് കണ്ടുപിടിച്ചെന്ന് മാത്രമേ. അപ്പൊ നമുക്ക് യു സ്ക്വയർ കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കണേ? മാക്സിമം ഹൈറ്റ് കാണാൻ പറയാം. എന്താ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. യു സ്ക്വയർ നമുക്കറിയാം 800, സൈൻ തീറ്റ നമുക്കറിയാം സൈൻ 45 ആണ്, 1/√2 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ആകുമ്പോൾ 1/√ന്റെ സ്ക്വയർ 1/2 എന്ന് വരും. താഴെ 2 ഇൻറ്റു ജി നമുക്കറിയാം 10 ആണ്. ഓക്കെ, ഒന്നേ കൊടുത്തപ്പോൾ എന്താ ആൻസർ കിട്ടി? 20 കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയും ചെയ്യാം. ഏതെങ്കിലും മെത്തേഡ് ചെയ്താൽ മതി, രണ്ടായാലും ആൻസർ കിട്ടും. ഇതാണ് മിക്കവാറും സ്കൂളിൽ പഠിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം അല്ലേ? ഓക്കെ, അപ്പൊ ആ 3 പാർട്ട് നമ്മൾ ചെയ്തു. ഒന്നാമത്തെ ആൻസർ പരാബോള പ്രൂഫ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പഠിച്ചു. ഇമ്പോർട്ടന്റ് ചെയ്ത് പഠിക്കണം. പിന്നെ അത് വെച്ചുള്ള പ്രോബ്ലം ചെയ്യിച്ചു. ഈ ഒരു ടൈപ്പ് മാത്രമേ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ പ്രീവിയസ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A baseball leaves a bat with an initial speed of 37 meter per second at an angle of 53.1 degree. Find the position of the ball when t is equal to 2 seconds. Treat baseball as a projectile and g equal to 9.8 meter per second square. Okay. അപ്പോൾ അതിന് ആംഗിൾ കണ്ടോ? 53.1 ഒക്കെയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ബൈ ഹാർട്ട് അറിയത്തില്ല. കാൽക്കുലേറ്റർ ഉണ്ട്, ഈസിയായിട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ നമുക്ക് അതിന്റെ പൊസിഷൻ കണ്ടുപിടിച്ചാൽ പോലെ. അപ്പൊ നമുക്ക് അതിന്റെ എക്സ് കോർഡിനേറ്റ് മൈകൾ കണ്ടുപിടിക്കാം അല്ലെ? എന്ത് മോഷനാ? ട്രീറ്റ് ബേസ്ബോൾ ആസ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം പരാബോളിക് പാത്താണ്. പരാബോളിക് പാത്ത് നമുക്കറിയാം. അപ്പൊ അതിലെ ഒരു ആഫ്റ്റർ ടൈം 2 സെക്കൻഡ് അല്ലെ? 2 സെക്കൻഡ് കഴിയുമ്പോഴുള്ള പൊസിഷനാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ബേസ്ബോൾ ഇവിടെ എത്തി, ആ ബോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റിന്റെ പൊസിഷനാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം, വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്യാം. ക്ലിയർ? നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കാം അല്ലെ? എന്താണ് എക്സ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഇതെന്ത് ഡിസ്റ്റൻസ് ആണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ? എന്താണ് വൈ എന്ന് വെച്ചാൽ? വൈ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. റൈറ്റ്? അപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ ആ ബേസ് ബോൾ എന്ന് പറയുന്നത് എവിടെയാണെന്ന് കിട്ടും. അപ്പൊ എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം അല്ലെ? എക്സ് എത്ര ദൂരത്തോട്ട് പോയി, വൈ എത്ര ഹൈറ്റിലാന്ന് പറഞ്ഞാൽ ആ ബേസ് ബോളിന്റെ പൊസിഷനായി. അപ്പൊ നമുക്ക് എക്സ് കിട്ടിയാൽ മതി, വൈ കിട്ടിയാൽ മതി. അപ്പൊ എക്സ് കിട്ടാൻ വേണ്ടി ഇതേ ഡയറക്ഷനാണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. എന്താ പ്രത്യേകത? അവിടെ ആക്സിലറേഷൻ ഇല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നോക്കാം. അവിടെ വെലോസിറ്റി എന്താണ്? ഇങ്ങനെ നമുക്കറിയാം യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി, അച്ഛൻ ആംഗിൾ തീറ്റ ആണ്. അപ്പോ എന്താ വെലോസിറ്റി എന്ന് പറയുന്നത്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്? കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം യു കോസ് തീറ്റ ആണ് അല്ലെ? യു കോസ് തീറ്റ ആണ്, വിച്ച് ഈസ് എ കോൺസ്റ്റന്റ്. is a constant. Right? ഇത് നമുക്കറിയാലോ എത്രയാണ്? 37 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാണ് ആംഗിൾ എന്ന് പറയുന്നത്? 53.1 ആണ്. എത്രയാണ് ആംഗിൾ എന്ന് പറയുന്നത്? 53.1 ആണ് പറയുന്നത്. 53.1 ഡിഗ്രിയാണ് ആംഗിൾ. യു എത്രയാ? യു 37 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 37 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ചെയ്യാലോ. അപ്പൊ യു കോസിന്റെ കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കാണണം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഡിസ്റ്റൻസ് കാണണം എങ്ങനെയാ? ജസ്റ്റ് വെലോസിറ്റി ഇൻടു ടൈം ചെയ്താൽ മതി. റൈറ്റ്? അപ്പോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഇൻടു ടൈം, കാരണം ആക്സിലറേഷൻ ഇല്ല. ഓക്കെ, എന്താണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ആ ബേസ് ബോൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ വരും. അപ്പൊ ഹൊറിസോണ്ടൽ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു? എക്സ് ദൂരം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി നമുക്കറിയാം യു കോസ് തീറ്റ, യു കോസ് തീറ്റ ഇൻടു ടൈം ടി. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു യു നമുക്കറിയാം യു എത്രയാണ്? 37 ആണ്. 37 ഇൻറ്റു കോസ് തീറ്റ, കോസ് ആംഗിൾ എത്രയാ? 53.1, 53.1 ഇൻറ്റു ടൈം എത്ര കഴിഞ്ഞിട്ടാ? 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അല്ലെ? ടൈം നമുക്കറിയാം ഇൻറ്റു കോസ് 53.1 എങ്ങനെ കണ്ടുപിടിക്കാം? അത് കാൽക്കുലേറ്റർ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. തൽക്കാലം ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം, എൻട്രൻസ് പോയിന്റ് പറഞ്ഞുതരാം. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ ആംഗിൾ എന്ന് പറയുന്നത് 37, 53 and 90. Okay, 37, 53 and 90. റൈറ്റ് ട്രയാങ്കിൾ ആണ്. പക്ഷെ നമ്മൾ യൂഷ്വലി പഠിക്കുന്നത് 30, 60, 90 45, 45, 90 അല്ല.
37, 53, 90 ട്രയാങ്കിൾ. അപ്പോൾ അതിന്റെ സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റേഷ്യോ എങ്ങനെയായിരിക്കും? 3, 4, 5 റേഷ്യോ. അപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടും? sin 37 കിട്ടും, sin 53 കിട്ടും, cos കിട്ടും, tan കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചവർക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിലേക്ക് ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്റർ ഉണ്ട്, അത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്താ വരിക? ഞാൻ അങ്ങനെ ചെയ്യാൻ പോണേ. എക്സ് ഈക്വൽ ടു എന്താ വരിക? എക്സ് ഈക്വൽ ടു 37 ഇൻറ്റു cos 53.1. cos 53 എത്രയാ? 3/5. അല്ല, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ 3/5 ഇൻറ്റു 2. ഓക്കെ, ചെയ്യാനോ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ബാക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും. എക്സ് എടുപ്പിക്കാൻ. അടുത്തത് ഇനി y കാണാൻ കഴിയും. അപ്പൊ നമുക്ക് എക്സ് കമ്പോണന്റ് കിട്ടും, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇനി പോരാ അല്ലെ, കറക്റ്റ് പൊസിഷൻ ആണ്. എന്ത് വേണം? y കോർഡിനേറ്റ് വേണം. അപ്പൊ y കൂടെ കാണാം. y എന്താണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പൊ നമുക്കറിയാം വെർട്ടിക്കൽ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, ആക്സിലേഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, അവിടെ ആക്സിലേഷൻ ഉണ്ട്. ഇവൻ ആക്സിലേഷൻ -d ആണ്, ഡൗൺവേർഡ്സ് ഒരു ആക്സിലേഷൻ ഉണ്ട്. again നമ്മൾ അപ്ലൈ ഇക്വേഷൻ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി s equal to ut plus half at square ആണ്. s equal to ut plus half at square. കാരണം എന്താ? വെലോസിറ്റി d ചെയ്യാൻ പറ്റത്തില്ല, കാരണം വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് അല്ല, ആക്സിലേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. then s എന്താ? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. എത്രയാ? y. so y is equal to u എന്താ? ഇനീഷ്യൽ വെലോസിറ്റി വെർട്ടിക്കൽ ഡയറക്ഷൻ. എന്താണ്? u sin θ അല്ലേ. u sin θ നമുക്കറിയാം. u ആണ് വെലോസിറ്റി എങ്കിൽ u cos θ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, u sin θ വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പൊ u sin θ ഇൻറ്റു ടൈം നമുക്കറിയാം, തൽക്കാലം d കൊടുക്കാം. then പ്ലസ് എന്താണ്? പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു ടി സ്ക്വയർ. a എന്താ? മൈനസ് ടി ആണ്, അപ്പൊ മൈനസ് വരും. മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, then y is equal to u. u എത്രയാണ്? 37. 37 ഇൻറ്റു സൈൻ തീറ്റ നമുക്കറിയാലോ. സൈൻ തീറ്റ എത്രയാണ്? 53.1 ഇൻറ്റു ടൈം നമുക്കറിയാം 2 സെക്കൻഡ് ആണ്. മൈനസ് ഹാഫ് ഇൻറ്റു ജി നമുക്കറിയാം 10 കൊടുക്കാം. ടൈം അഗൈൻ 2 സ്ക്വയർ. ഓക്കെ, അപ്പോ y is equal to 37 into sin 53.1. ട്രയാങ്കിൾ നോക്കുക. sin 53 എന്താ പറയാ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. 4/5 ഇൻറ്റു 2 മൈനസ് എന്താ വരിക? 20 വരെ. ശരിയല്ലേ? 20 വരെ. ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടിക്കോളും? y കിട്ടിക്കോളും. ക്ലിയർ അല്ലേ? ചോദിച്ചേക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒരു ബേസ് ബോൾ വിത്ത് എ വെലോസിറ്റി 37 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ആൻ ആംഗിൾ 53.1 മൂവ് ചെയ്യാണ്. എന്ത് മോഷൻ എന്ന് പറയുന്നുണ്ട്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 സെക്കൻഡിലെ പൊസിഷൻ കാണാൻ പറയാം. ഈ പൊസിഷൻ കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ എക്സ് കോർഡിനേറ്റ് കാണണം, വൈ കോർഡിനേറ്റ് കാണണം. അപ്പൊ എക്സ് കാണാൻ നേരത്തെ എക്സ് എന്താ? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് മനസ്സിലാക്കണം. എന്താ ഹൊറിസോണ്ടലിലുള്ള പ്രത്യേകത? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഓഫ് വെലോസിറ്റി ഇൻടു ടൈം. എക്സ് ഈക്വൽ ടു യു cos θ ഇൻടു ടൈം. എക്സ് ഈക്വൽ ടു യു cos θ ടൈം ആണ്. എക്സ് ആണ് വേണ്ടത്. യു എന്താ? വെലോസിറ്റി 37, തീറ്റ നമുക്കറിയാം 53.1, ടൈം എത്രയാ? ടൈം 2. ഇത് കിട്ടാൻ വേണ്ടി കാൽക്കുലേറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ട്രയാങ്കിൾ വെച്ചിട്ട്. ഓക്കെ, അടുത്ത നമുക്ക് പൊസിഷൻ കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ എക്സ് കോർഡിനേറ്റ് മാത്രം പോരാ, വൈ കോർഡിനേറ്റ് വേണം. അപ്പൊ വൈ കാണാൻ വേണ്ടി അത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അവിടെ ആക്സിലേഷൻ ഉണ്ട്. അപ്പൊ എസ് കാണാൻ വേണ്ടുന്ന ഇക്വേഷൻ ut plus half at square. ആക്സിലേഷൻ പോസിറ്റീവ് അല്ല, താഴത്തേക്കാണ്, നെഗറ്റീവ് ആണ്. മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. again u sin θ മാത്രം മതി അല്ലെ. u എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. അതെന്താണ്? u sin θ ആണ്. കൊണ്ടേക്ക് കൊടുക്കുക. again sin ന്റെ വാല്യൂ ട്രയാങ്കിളിന് കിട്ടും, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എക്സും കിട്ടും, വൈ കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് 200 gram with a velocity 20 meter per second at an angle of 40 degree with the horizontal. What is the kinetic energy of the ball at the highest point of the trajectory? ഒരു കുട്ടി 20 മീറ്റർ പെർ സെക്കൻഡില് 40 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ എന്ത് ചെയ്യാണ്? ഒരു ബോൾ എറിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോളിന്റെ ഹയസ്റ്റ് പോയിന്റിൽ എന്ത് കാണണം? കിനറ്റിക് എനർജി കാണണം. അപ്പൊ നമുക്കറിയാം ആ ബോളിന്റെ പാത്ത് എന്തായിരിക്കും? പരാബോളിക് പാത്ത് ആയിരിക്കും, കാരണം പ്രൊജക്ടൈൽ മോഷൻ ആണ്. റൈറ്റ്? അപ്പോ ആദ്യമേ മനസ്സിലാക്കാം, പ്രൊജക്ടൈൽ മോഷൻ ആണ്. റൈറ്റ്? അപ്പൊ എന്റെ പാത്ത് നമുക്ക് വരയ്ക്കാമല്ലോ. റൈറ്റ്? ഇതാണ് എന്റെ പാത്ത് എന്ന് പറയുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് ആംഗിൾ തീറ്റ ഈക്വൽ ടു 40 ഡിഗ്രി ആണ്. റൈറ്റ്? ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്? നമുക്കറിയാം യു cos θ ആണ്. അതുപോലെ എന്താണ് വെർട്ടിക്കൽ കമ്പോണന്റ്? യു sin θ ആണ്.
അത് നമുക്കറിയാം. നമുക്ക് എവിടുത്തെ കാൻഡിഗ്രേറ്റ് വേണ്ടത്? ഹയസ്റ്റ് പോയിന്റ് കാൻഡിഗ്രേറ്റ് വേണ്ടത്. മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, ഹയസ്റ്റ് പോയിന്റ് ഏത് വെലോസിറ്റിയുടെ കമ്പൗണ്ട് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഏത് കമ്പൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ? ഹൊറിസോണ്ടൽ കമ്പൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര എണ്ണത്തെ യു സൈൻ തീറ്റ? 0 ആണ്. എത്ര വെർട്ടിക്കൽ കമ്പൗണ്ട്? 0 ആണ്. ഒരു വെർട്ടിക്കൽ മോഷന്റെ ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പൗണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഹയസ്റ്റ് പോയിന്റ് വെർട്ടിക്കൽ കമ്പൗണ്ട് വെലോസിറ്റി എത്രയാണ്? 0. യു സൈൻ തീറ്റ 0 ആണ്. അപ്പൊ അവിടെ ഏത് കമ്പൗണ്ട് മാത്രമേ കാണുള്ളൂ? ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ആയ യു കോസ് തീറ്റ മാത്രമേ കാണുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ? തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ ആണ്, ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിലാണ് യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ വരിക, യു സൈൻ തീറ്റ വെർട്ടിക്കൽ വരും. അപ്പൊ നമുക്ക് ഈ ഹൈയസ്റ്റ് പോയിന്റ് എന്ത് കാണണം? കൈനറ്റിക് എനർജി കാണും. നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു മാസ് നമുക്കറിയാം 200 ഗ്രാം ആണ്. ഗ്രാമിനെ കിലോഗ്രാം ആക്കണം, SI യൂണിറ്റ് ആക്കണം. ഇപ്പൊ 200 ഇൻറ്റു ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ ഇൻറ്റു 10⁻³ മൈനസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. അപ്പൊ ഈ പോയിന്റിലെ വെലോസിറ്റി വേണം അല്ലെ? ഹൈയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി വേണം. ഹൈയസ്റ്റ് പോയിന്റ് ഏത് വെലോസിറ്റി മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ, യു കോസ് തീറ്റ മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ യു കോസ് തീറ്റ ആണ് വെലോസിറ്റി, അതിന്റെ സ്ക്വയർ. ക്ലിയർ? അവിടെ യു സൈൻ തീറ്റ വേണ്ട, ഓക്കെ വേണ്ട, കാരണം 0 ആണ്. അവിടെ ആകെ ഈ ഒരു കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. അതെന്താണ്? യു കോസ് തീറ്റ ആണ്. അപ്പൊ അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്, യു കോസ് തീറ്റ സ്ക്വയർ ഉണ്ട്. ഓക്കെ, നോക്കാം. ഹാഫ് ഇൻറ്റു 200 ഇൻറ്റു 10⁻³ എന്ന് പറയുന്നത് 0.2. 0.2 ഇൻറ്റു യു കോസ് തീറ്റ അല്ലെ? യു എത്രയാ? വെലോസിറ്റി നമുക്കറിയാം 20. കോസ് 40 സ്ക്വയർ. ബാക്കി എന്തെങ്കിലും ചെയ്യാലോ അല്ലെ? എല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. കോസ് 40 വാല്യൂ കൊണ്ട് കൊടുത്താൽ മതി, കാൽക്കുലേറ്ററിൽ ആൻസർ കിട്ടിക്കോ. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ? ചോദിച്ചേക്കുന്ന കൈനറ്റിക് എനർജി ആണ്. ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. മാസ് ഡയറക്റ്റ് ഉണ്ട്, വെലോസിറ്റി വേണം. ഡയറക്റ്റ് വെലോസിറ്റി 20 കൊടുക്കരുത്, അത് ഇനീഷ്യൽ വെലോസിറ്റി മാത്രമാണ്. നമുക്ക് എവിടുത്തെ കൈനറ്റിക് എനർജി വേണം? ഹയസ്റ്റ് പോയിന്റ് കൈനറ്റിക് എനർജി വേണം എന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി മാത്രം കൊടുത്താൽ മതി. ഹയസ്റ്റ് പോയിന്റ് പ്രത്യേകത എന്താണ്? അവിടെ വെർട്ടിക്കൽ കമ്പൗണ്ട് 0 ആണ്. അവിടെ ഏത് കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയാ വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ്? യു കോസ് തീറ്റ, നോട്ട് യു. യു കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ യു കോസ് തീറ്റ ആണ് വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ്. അപ്പൊ യു നമുക്കറിയാം 20, തീറ്റ നമുക്കറിയാം 40. അപ്പൊ 20 കോസ് 40 വരും. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എത്രയാണ് വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ്? യു കോസ് തീറ്റ, അതിന്റെ സ്ക്വയർ, യു കോസ് തീറ്റ സ്ക്വയർ. ബാക്കി സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The figure shows 3 paths for a football kicked from ground level with the same velocity. Ignore the effects of air resistance. അവിടെ 3 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നതിന്റെ പാത്താണ് കാണിച്ചേക്കുന്നത്. എല്ലാം കിക്ക് ചെയ്യുന്ന വെലോസിറ്റി എങ്ങനെയാണ്? സെയിം ആണ്, ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണ്. ഓക്കെ, derive an equation for the maximum height for this football. എന്ത് മോഷന? പ്രൊജക്ടൈൽ മോഷന. മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തു. 3 മാർക്കാണ്. നോക്കാം. In this path the horizontal component of velocity is maximum. ഏത് പാത്തിലാണ്? 1 2 3 3 പാത്ത് ഉണ്ട്. ഏത് പാത്തിലാണ് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് മാക്സിമം? റൈറ്റ്. അപ്പൊ നമുക്കറിയാം ഇതാണ് പ്രൊജക്ടൈൽ മോഷൻ, ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത്, ഇതാണ് ഹൊറിസോണ്ടൽ കമ്പൗണ്ട് യു കോസ് തീറ്റ അല്ലെ? തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ കമ്പൗണ്ട്? യു കോസ് തീറ്റ. അപ്പൊ ഇതാണ് വെർട്ടിക്കൽ കമ്പൗണ്ട് യു സൈൻ തീറ്റ. നമുക്കറിയാം യു കോസ് തീറ്റ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എ പർട്ടിക്കുലർ മോഷൻ യു കോസ് തീറ്റ എന്താണ്? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? എന്താ ചോദിച്ചേക്കണേ? ഇൻ വിച്ച് പാത്ത് ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഈസ് മാക്സിമം. ഏതാ ഹൊറിസോണ്ടൽ കമ്പോണന്റ്? യു കോസ് തീറ്റ. അപ്പൊ ഏത് പാത്തിലാണ് യു കോസ് തീറ്റ മാക്സിമം അല്ലെ? അപ്പൊ നമുക്കറിയാം ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താ? അത് യു കോസ് തീറ്റയാണ്. യു കോസ് തീറ്റയാണ്. അപ്പൊ യു കോസ് തീറ്റ മാക്സിമം ആകണം എന്നുണ്ടെങ്കിൽ യു എല്ലാത്തിലും സെയിം ആണ് അല്ലെ? എല്ലാത്തിലും യു സെയിം ആണെന്ന് പറയുന്നുണ്ട്, സെയിം വെലോസിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ യു എല്ലാത്തിലും സെയിം ആണ്, ആംഗിൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ യു നോക്കേണ്ട ആവശ്യമില്ലല്ലോ, യു സെയിം ആണ് എല്ലാത്തിലും. അപ്പൊ കോസ് തീറ്റ മാത്രം നോക്കിയാൽ മതി. അപ്പൊ യു കോസ് തീറ്റ മാക്സിമം ആകണം എന്നുണ്ടെങ്കിൽ കോസ് തീറ്റ എങ്ങനെയായിരിക്കണം? മാക്സിമം ആയിരിക്കണം. ഡയറക്ട്ലി ആണ് അല്ലെ? യു കോസ് തീറ്റ മാക്സിമം ആകണം എന്നുണ്ടെങ്കിൽ കോസ് തീറ്റ നേരെ തന്നെയാണ്. അപ്പൊ കോസ് തീറ്റ എങ്ങനെയായിരിക്കണം? മാക്സിമം ആയിരിക്കണം. ഇനി കോസ് തീറ്റ മാക്സിമം ആണെങ്കിൽ ആംഗിൾ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം കോസ് 0 1 ആണ് അല്ലെ? കോസ് 0 1 ആണ്. കോസ് 30 ആയപ്പോൾ എന്ത് പറ്റി? √3/2 ആയി. കോസ് 60 ആകുമ്പോൾ 1/2 ആയി. കോസ് 90 ആകുമ്പോൾ 0 ആയി. അപ്പൊ ആംഗിൾ കൂടുന്തോറും കോസിന്റെ വില എന്താ ചെയ്യണേ? കുറയാ ചെയ്യണം. കോസ് 0 1, കോസ് 90 0.
അപ്പൊ ആംഗിൾ കൂടുന്നവർ എന്താ ചെയ്യണേ? കോസിന്റെ വാല്യൂ എന്താ ചെയ്യണേ? കുറയാ ചെയ്യണം. അപ്പൊ കോസ് മാക്സിമം ആകണമെങ്കിൽ തീറ്റ എങ്ങനെയായിരിക്കണം? മിനിമം ആയിരിക്കണം. എന്ത് ഓപ്പോസിറ്റ് ആണ് അല്ലെ? ആംഗിൾ കൂടുന്തോറും കോസിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ആംഗിൾ കൂടുന്തോറും cos 0 1 cos 90 0. സോ ആംഗിൾ കൂടുന്നതോറും എന്താ ചെയ്യും? കോസിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കോസിന്റെ വാല്യൂ മാക്സിമം ആണെങ്കിൽ ആംഗിൾ എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. തീറ്റ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഏതിലാണ് തീറ്റ മിനിമം? ഏതിലാണ് ചെറിയ ആംഗിൾ എറിയുന്നത് നോക്കി. ഒന്നാമത്തില് ഇങ്ങനെയാണ്, രണ്ടാമത്തിൽ ഇങ്ങനെയാണ്, മൂന്നാമത്തെ ഇങ്ങനെയാണ്. അപ്പൊ എവിടെ ആംഗിൾ കുറവ്? മൂന്നാമത്തിലാണ് ആംഗിൾ കുറവ് അല്ലെ? ഒന്നാമത്തെ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ അറിയണേ, രണ്ടാമത്തെ കുറച്ചും കൂടെ ആംഗിൾ കുറഞ്ഞു, മൂന്നാമത്തിലാണ് ഏറ്റവും ആംഗിൾ കുറവ് അല്ലെ? റൈറ്റ്. അപ്പൊ മൂന്നാമത്തിലാണ് ആംഗിൾ കുറവ്. ആംഗിൾ കുറവാണെങ്കിൽ കോസ് മാക്സിമം ആയിരിക്കും. അങ്ങനെ കോസ് മാക്സിമം ആണെങ്കിൽ എന്തായിരിക്കും? യു കോസിന്റെ മാക്സിമം ആയിരിക്കും. അതായത് ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഓഫ് വെലോസിറ്റി ആയിരിക്കും മാക്സിമം ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഇൻ വിച്ച് പാത്ത് ദ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഓഫ് വെലോസിറ്റി ഈസ് മാക്സിമം? ഏത് പാത്തിലാ? തേർഡ് പാത്തിലാണ് ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഓഫ് വെലോസിറ്റി മാക്സിമം. എന്താ റീസൺ? തേർഡ് പാത്തിലാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഏറ്റവും ചെറുത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കുറവാണെങ്കിൽ നമുക്കറിയാം കോസിന്റെ മാക്സിമം ആയിരിക്കും. കോസിന്റെ മാക്സിമം ആണെങ്കിൽ യു കോസിന്റെ മാക്സിമം ആയിരിക്കും. സോ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഓഫ് വെലോസിറ്റി ആയിരിക്കും മാക്സിമം ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. വർക്ക് എനർജി പവർ. ഇതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഇക്വേഷൻസ്, വർക്കിന്റെ ഇക്വേഷൻ, എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. അതുപോലെ വർക്ക് എനർജി തിയറം ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല എങ്കിലും അതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. ഇല്ലാത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൊളീഷൻസിനകത്തില്ല. ഫോക്കസ് ചെയ്തിട്ട് കൊളീഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ടോപ്പിക് നമുക്ക് ഒഴിവാക്കാം. ആദ്യം ഫോക്കസ് ചെയ്യാൻ മാത്രം വൃത്തിക്ക് പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Write the work done in each of the following cases as 0, positive or negative. അവിടെ 4 കേസ് വർക്കിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതോ 0 ആണോ പറയണം. ഓക്കെ, അപ്പൊ അതിന്റെ ആദ്യം തീരെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വർക്കിന്റെ ഇക്വേഷൻ ആക്കണം. എന്താണ് വർക്കിന്റെ ഇക്വേഷൻ? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് ആണ് അല്ലെ? വർക്ക് എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ് ആണ്. വർക്ക് എന്ത് ക്വാണ്ടിറ്റി ആണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്ന് കിട്ടും. അതായത് വർക്ക് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് എസ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തീറ്റ. അതാ തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ 3 ഫാക്ടറാണ് വർക്കിനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഫോഴ്സും വെക്ടറും ഒരു ബോഡി. അപ്പൊ അതില് ഫോഴ്സ് വരയ്ക്കുകയാണ് എഫ് എന്ന് വിചാരിച്ചു. ഇതാ ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് തീറ്റ എന്നുണ്ടെങ്കിൽ ഈ 3 ഫാക്ടറാണ് വർക്കിനുള്ളത്. ഓക്കെ, വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റ്. അപ്പൊ ഇത് 3നെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് ചെയ്യാം? വർക്ക് പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ 0 വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ നമുക്ക് ആദ്യം പോസിറ്റീവ് വർക്ക് നോക്കാം. പോസിറ്റീവ് ഒരു വർക്ക് പോസിറ്റീവ് ആകണമെങ്കിൽ പോസിറ്റീവ് വർക്ക് ആകുന്ന കണ്ടീഷൻ നമുക്ക് നോക്കാം. ഒരു വർക്ക് പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം? സെയിം ഡയറക്ഷൻ ആയിരിക്കണം. സെയിം ഡയറക്ഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ആംഗിൾ എങ്ങനെയായിരിക്കണം? അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അപ്പോ ഒരു വർക്ക് പോസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? തീറ്റ എന്ന് പറയുന്ന അക്യൂട്ട് ആംഗിൾ ആയിരിക്കണം. എന്താ അക്യൂട്ട് ആംഗിൾ വെച്ചാൽ ലെസ് ദാൻ 90 ആയിരിക്കും. ലെസ് ദാൻ 90 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? എന്തൊക്കെ എക്സാമ്പിൾ പറയാം? ഒരു ബോഡി താഴത്തേക്ക് വീഴുക. ആ താഴത്തേക്ക് വീഴുന്ന സമയത്ത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാ? താഴത്തേക്കാണ് വീഴുന്നത്. അപ്പൊ എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ്? താഴത്തേക്കാണ്. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് എങ്ങനെയൊക്കെയാണ്? താഴത്തേക്കാണ്. അപ്പൊ രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണ്. അതുകൊണ്ടാണ് വർക്ക് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് വർക്കാണ്. ക്ലിയർ? ഇനി വേറെ കേസ് നോക്കാം. നെഗറ്റീവ് വർക്ക് നോക്കാം. ഒരു വർക്ക് നെഗറ്റീവ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? അവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം? ഓപ്പോസിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ആംഗിൾ എങ്ങനെയായിരിക്കണം? അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കണം. ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കണം. അതായത് തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? എക്സാമ്പിൾ പറയാം. അഗൈൻ ഒരു ബോഡിയെ ഞാൻ മേളിലേക്ക് കൊണ്ടുപോകാം. മേളിലേക്ക് ലിഫ്റ്റ് ചെയ്യാം. ആ ലിഫ്റ്റ് ചെയ്യുന്ന കേസിൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും.
കാരണം നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും താഴത്തേക്ക് അട്രാക്റ്റീവ് ആണ്, താഴത്തേക്കാണ്. പക്ഷെ ബോഡി എങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? മുകളിലേക്കാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണെങ്കിൽ ഫോഴ്സ് എങ്ങനെ താഴത്തേക്ക്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പൊ എങ്ങനെയായിരിക്കും വർക്ക് എന്ന് പറയുന്നത്? നെഗറ്റീവ് വർക്ക്. വേറെ എക്സാമ്പിൾ പറയാം. ഒരു ബോഡി സ്ലൈഡ് ചെയ്യാം, ആ സമയത്ത് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം ബോഡി എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഫ്രിക്ഷനും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ? ഓപ്പോസിറ്റ് ആണ്. ആ കേസിൽ വർക്ക് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആംഗിൾ നോക്കാം, ആംഗിൾ എങ്ങനെയായിരിക്കണം? 90യേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ വർക്ക് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്ത സീറോ വർക്ക്. സീറോ വർക്ക് പേര് തന്നെയുണ്ട്, വർക്ക് എന്തായിരിക്കും? സീറോ ആയിരിക്കും. വർക്ക് സീറോ ആണെങ്കിൽ നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വർക്ക് സീറോ ആണെങ്കിൽ ഒന്നുകിൽ ഫോഴ്സ് സീറോ ആയാൽ മതി, അല്ലെങ്കിൽ എസ് സീറോ ആയാൽ മതി, അല്ലെങ്കിൽ കോസ് സീറോ സീറോ ആയാൽ മതി. ഒരു വാൾ നമ്മൾ പുഷ് ചെയ്യണം, അപ്പൊ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് വാൾ അനങ്ങുന്നില്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഇല്ല. ഫോഴ്സ് ഉണ്ട് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. എസ് അവിടെ സീറോ ആണ്. എസ് സീറോ ആണെങ്കിൽ വർക്ക് എത്രയാ? സീറോ. അല്ലെങ്കിലോ കോസ് തീറ്റ സീറോ ആയാൽ മതി, അല്ലെ? കോസ് തീറ്റ സീറോ ആണെങ്കിൽ തീറ്റ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം, അല്ലെ? അപ്പൊ ഫോഴ്സും ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, പക്ഷെ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 90 ആണ്. അപ്പൊ എന്ത് പറ്റും? അപ്പോഴും വർക്ക് സീറോ ആണ്. എക്സാമ്പിൾ പറയാം. ഒരാൾ തലയിൽ വെയിറ്റ് വെച്ച് നടക്കുകയാണ്. അപ്പോ വെയിറ്റ് എങ്ങടാ? ഫോഴ്സ് എങ്ങടാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങടാ? താഴത്തോട്ട്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങടാ? നേരെ. അപ്പൊ എത്ര ആംഗിൾ? 90 ഡിഗ്രി. അപ്പൊ അവിടെ എത്രയാ വർക്ക്? സീറോ. ഒരാൾ തലയിൽ ലോഡ് വെച്ച് നടക്കുന്ന സമയത്ത് എത്രയാ വർക്ക്? സീറോ. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെയാ? താഴത്തോട്ട്. ഡിസ്പ്ലേസ്മെന്റോ? നേരെയാണ്. വേറെ എക്സാമ്പിൾ പറയാം. ഒരു ബോഡി കറങ്ങാണ്, സർക്കുലർ മോഷനാണ്. അപ്പൊ കറങ്ങുന്ന സമയത്ത് നമുക്കറിയാം സെന്റിമീറ്റർ ഫോഴ്സ് ഉണ്ടാവും, അല്ലെ? റേഡിയലി ഇൻവേഴ്സ് ആയിരിക്കും. പക്ഷെ അറ്റ് എ മൊമെന്റ് എങ്ങനെയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? ടാൻജൻഷ്യലി ആയിരിക്കും, അല്ലെ? ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ ഡിസ്പ്ലേസ്മെന്റും ഒരു മൊമെന്റിൽ അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ് ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്, ടാൻജൻഷ്യലി ആണ്. അപ്പൊ അവിടെ എത്രയാ വർക്ക് ഡൺ ബൈ സെന്റിമീറ്റർ ഫോഴ്സ്? സീറോ ആണ്. അപ്പൊ അതൊക്കെ എക്സാമ്പിൾ ആണ്. വർക്ക് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ, ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ആംഗിൾ അക്യൂട്ട് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും, ആംഗിൾ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ വർക്ക് നെഗറ്റീവ് ആയിരിക്കും, ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ നോക്കാം. 4 കേസ് ഉണ്ട്, 4 പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണെന്നോ സീറോ എന്ന് പറയാം. വർക്ക് ഡൺ ബൈ എ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയുള്ളൂ. ഒരു സെൻട്രിപെറ്റൽ മോഷന്റെ കേസിൽ നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? റേഡിയൽ ഇൻവേഴ്സ് ആയിരിക്കും. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ഇൻസിഡന്റ് ആയിരിക്കും, അത് ടാൻജൻഷ്യലി ആയിരിക്കും, അല്ലെ? അപ്പോൾ ഇതാ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ, ഇതാണ് ഫോഴ്സ് ഡയറക്ഷൻ. എത്രയാണ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? 90. വർക്ക് എന്താ വരിക? എഫ് കോസ് 90, കോസ് 90 സീറോ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സീറോ. ഒന്നാമത്തെ ആൻസർ സീറോ. ഇത് സീറോ വർക്കാണ്. ഓക്കെ, നൗ അടുത്തത് ബി പാർട്ട്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. നമുക്കറിയാം ഫ്രിക്ഷൻ എപ്പോഴും ഓപ്പോസിറ്റ് മോഷൻ ആയിരിക്കും, അല്ലെ? ഒരു സർഫസിൽ കൂടെ ഒരു ബോഡി ഞാൻ സ്ലൈഡ് ചെയ്യാണ്, തള്ളി നീക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്കാണ് ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ എത്ര ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? 180 ആണ്. 180 ആണ്, അല്ലെ? രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എത്ര ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? 180. അപ്പോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് 180 വരും. എത്ര കോസ് 180? -1 ആണ്. ഇങ്ങനെ വരും. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് 180 വരും. അപ്പൊ കോസ് 180 -1 ആണ്. എന്ത് വരും? വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എസ് വരും. അതായത് വർക്ക് എന്താണ്? അവിടെ നെഗറ്റീവ് ആണ്. അപ്പോ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ എന്താ? നെഗറ്റീവ് ആണ്, നെഗറ്റീവ് വർക്കാണ്. എന്താ റീസൺ? ഫ്രിക്ഷനും ഡിസ്പ്ലേസ്മെന്റും എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആണ്, വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ആംഗിൾ വെച്ച് പറയാം. എത്രയാണ് ആംഗിൾ? 180 ആണ്. കോസ് 180 -1 ആണ്. വർക്ക് എന്ത് കിട്ടും? മൈനസ് എഫ് എസ് കിട്ടും. അവിടെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സി പാർട്ട്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്. ഒരു ബോഡി വീഴാണ്. അങ്ങനെ ഫ്രീലി ഫോളിംഗ് കേസിനകത്ത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്കറിയാം ഫ്രീലി ഫോളിംഗ് കേസിൽ ബോഡി എങ്ങനെ വന്നെ? താഴത്തേക്കാണ് വന്നെ, അല്ലെ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് താഴത്തേക്കാണ്. എങ്ങനെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യണേ? അതും താഴത്തേക്ക് തന്നെയാണ്, അല്ലെ? അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണ്, രണ്ടും ഡൗൺവേർഡ്സ് ആണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണ്. അപ്പൊ ആ കേസിലെ വർക്ക് എന്താണ്? പോസിറ്റീവ് വർക്ക്. ഈ കേസിലെ വർക്ക് എന്താ? പോസിറ്റീവ് വർക്ക്. ഡി പാർട്ട്. വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്ട്. ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യാണ്. ആ ലിഫ്റ്റ് ചെയ്യുന്ന കേസിലെ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ല, അപ്ലൈഡ് ഫോഴ്സ് ആണ്. ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം? മുകളിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അങ്ങനെ മുകളിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി എങ്ങനെ മൂവ് ചെയ്യാം? മേളിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ആ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാ?
മുകളിലോട്ട് അല്ലെ, മുകളിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യണേ. എങ്ങനെയാ ഡിസ്പ്ലേസ്മെന്റ്? അത് മുകളിലേക്ക്. രണ്ടും സെയിം ഡയറക്ഷൻ അല്ലേ. ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യണം, അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്ങടാ? മുകളിലോട്ട്. ഇനി എങ്ങനെയാ ബോഡി മൂവ് ചെയ്യുന്നത്? മുകളിലോട്ട്. സെയിം ഡയറക്ഷൻ, രണ്ടും അപ്വേർഡ്സ് ആണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് വർക്കാണ്. അപ്പോൾ ആ കേസിലും വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. ഓക്കെ, സെന്റിമീറ്റർ ഫോഴ്സിന്റെ കേസിൽ സർക്കുലർ മോഷൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് സെന്റിമീറ്റർ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 90. സീറോ വർക്ക്. ഫ്രിക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് വർക്ക്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിന്റെ കേസിൽ ഫ്രീലി ഫോളിംഗ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഡൗൺവേർഡ്സ് ആണ്. ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, ഡൗൺവേർഡ്സ് ആണ്. സെയിം ഡയറക്ഷൻ, വർക്ക് പോസിറ്റീവ്. ലാസ്റ്റ് കേസിൽ ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യാണ്, അപ്പൊ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്ക്, ബോഡി ലിഫ്റ്റ് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്ക്, സെയിം ഡയറക്ഷൻ, വർക്ക് പോസിറ്റീവ്. ഈ ലാസ്റ്റ് കേസിൽ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യാം, ബോഡി മേളിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്കിയാണ്? താഴത്തേക്ക്. ആ സമയത്ത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താ? നെഗറ്റീവ് ആണ്. കാരണം ബോഡി മേളിലേക്ക് പോകണം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴത്തേക്കാണ്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ എന്തായിരുന്നു? അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്ക്, ബോഡി ലിഫ്റ്റ് ചെയ്യുന്നു, അത് മുകളിലേക്ക്, സെയിം ഡയറക്ഷൻ. അപ്പൊ എന്താ ഫോഴ്സ്? എന്താ വർക്ക്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ സെയിം കേസിന് രണ്ടിൽ ചോദിക്കാം. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ താഴത്തോട്ട്, ലിഫ്റ്റിംഗ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ കേസിൽ നെഗറ്റീവ്. ഇവിടെ വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പോ ബോഡി ലിഫ്റ്റ് ചെയ്യാണ്, ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്ക് തന്നെയാണ്, സെയിം ഡയറക്ഷൻ, പോസിറ്റീവ്. മാറിപ്പോയത്. ഓക്കെ, നെക്സ്റ്റ്. Again, find out the sign of work done in the following cases. ശരിയല്ലേ? നോക്കാം നമുക്ക്. 4 കേസ്. വർക്ക് ഡൺ ബൈ എ മാൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് വെൽ. ഒരു കിണറിൽ നിന്ന് ഒരു ബക്കറ്റ് ലിഫ്റ്റ് ചെയ്യാണ്. ആ സമയത്ത് വർക്കിന്റെ സൈൻ കാണും. അപ്പോ എങ്ങനെയാ ലിഫ്റ്റ് ചെയ്യണത്? ബക്കറ്റ് ലിഫ്റ്റ് ചെയ്യണം. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാം. ഫോഴ്സ് എങ്ങനെ അപ്ലൈ ചെയ്യണം? മേളിലേക്കാണ്. എങ്ങനെ ആ ബക്കറ്റ് വരിക? മുകളിലോട്ട്. അപ്പോ ഫോഴ്സ് മുകളിലോട്ട്, ഡിസ്പ്ലേസ്മെന്റോ മുകളിലോട്ട് അല്ലെ. പുള്ളിയൊന്നും പറയുന്നില്ല, പുള്ളിയുടെ കേസൊന്നും പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ ബക്കറ്റ് ഇങ്ങനെ എടുക്കുക. ഇതാണ് കിടന്നെങ്കിൽ, ഇതാണ് കിടന്നിരിക്കാം. അപ്പോ ഇതൊരു ബക്കറ്റ് എന്ന് ഇരിക്കാം. അപ്പോ ഒരു കാര്യം എന്ത് ചെയ്യാണ്? ഇങ്ങനെ മേളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. പുള്ളിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന കേസ് മാത്രമാണ് പറയാം. അപ്പൊ ഫോഴ്സ് എങ്ങനെ? ഫോഴ്സ് മുകളിലോട്ട്. എങ്ങനെ ബക്കറ്റ് വരിക? മുകളിലോട്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് മുകളിലോട്ട്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്. ഒന്നാമത്തെ കേസ് ആൻസർ എന്താ? ഒരു പോസിറ്റീവ് വർക്കാണ്. ഓക്കെ, സെക്കൻഡ് കേസ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. പറയേണ്ട ആവശ്യമില്ലോ. ഫ്രിക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? മോഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ അതെന്തായിരിക്കും? നെഗറ്റീവ് വർക്കായിരിക്കും. അപ്പോ എന്താണ് കേസ്? നെഗറ്റീവ് വർക്ക്. അടുത്ത വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സ് on a body moving on a rough horizontal plane. അപ്പൊ നമുക്കറിയാം ഒരു പ്ലെയിൻ സർഫസ് എങ്ങനെ റഫാണ്. അപ്പൊ ആ ബോഡിയെ നമ്മൾ തള്ളി നീക്കുക. കാരണം തള്ളണം. കാരണം റഫ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് എന്ത് വരും? ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. അതിനെ ഓവർകം ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ഫോഴ്സ് വെച്ച് നമ്മൾ തള്ളണം. ആ സമയത്ത് ഈ അപ്ലൈഡ് ഫോഴ്സിന്റെ വർക്ക് നമുക്കറിയാം. ഈ ബോഡിയിൽ ഫോഴ്സ് അങ്ങോട്ടേക്കാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ? അങ്ങോട്ടായിരിക്കും. ആ കേസിൽ അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? സെയിം ഡയറക്ഷൻ ആണ്. അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണ് ബോഡി നീങ്ങുക. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അപ്ലൈഡ് ഫോഴ്സ് എങ്ങനെയാണ്? സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് എന്താ? പോസിറ്റീവ്. ഓക്കെ, മൂന്നാമത്തെ ആൻസർ എന്താ? പോസിറ്റീവ് ആണ്. അതും പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്പൊ അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടേക്കാണോ? ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടേക്ക് ആയിരിക്കും. സെയിം ഡയറക്ഷൻ ആയിരിക്കും. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്. നെക്സ്റ്റ്, വർക്ക് ഡൺ ബൈ ദി റെസ്റ്റിവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. ഒരു പെൻഡുലം ഇങ്ങനെ കിടന്ന് മൂവ് ചെയ്യാണ്. പെൻഡുലം കിടന്ന് മൂവ് ചെയ്യാൻ, അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് മൂവ് ചെയ്യാം. റൈറ്റ്? അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡൺ ബൈ എന്ത് ഫോഴ്സാ? റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. ബൈ എയർ, ഓഫ് എയർ. അപ്പൊ ചുറ്റും എയർ ഉണ്ടാവും. അപ്പൊ ആ പെൻഡുലം കിടന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? എയർ അതിനെ ഒപ്പോസ് ചെയ്യും. റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എപ്പോഴും എങ്ങനെയാ? മോഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ബോബ് അങ്ങടാ പോകുന്നെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് എങ്ങടാ? ഇങ്ങനെയൊക്കെയായിരിക്കും. ആ ബോബ് ഇങ്ങടാ പോണെങ്കിലോ റെസിസ്റ്റീവ് ഫോഴ്സ് അങ്ങോട്ടേക്കായിരിക്കും. റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ആണ്. എയർ എന്താ ചെയ്യാം? ആ മോഷനെ ഒപ്പോസ് ചെയ്യും. മീനിങ് എന്താ? മോഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും റെസിസ്റ്റീവ് ഫോഴ്സ്. അതായത് ബോബ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫോഴ്സ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും എങ്ങനെ? ഓപ്പോസിറ്റ് ആണ്. അവിടെയും വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ അവിടെ വർക്ക് എന്താ? നെഗറ്റീവ് ആണ്. ക്ലിയർ?
ലാസ്റ്റ് കേസ് മനസ്സിലായോ? കുഴപ്പമുണ്ടോ? ഒരു പെൻഡുലം കിടന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ചുറ്റും എയർ ഉണ്ടെങ്കിൽ എയർ എന്ത് ചെയ്യും? ആ എയർ ആ മോഷന് ഒപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ എയർ ഒരു റെസ്റ്റി ഫോഴ്സ് അവിടെ കൊടുക്കും. പേര് തന്നെ ഉണ്ട്, റെസ്റ്റി ഫോഴ്സ് ആണല്ലേ, മോഷനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. അപ്പൊ മോഷന് ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന റെസ്റ്റി ഫോഴ്സ്. മോഷന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണ് ഈ ഫോഴ്സ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് എങ്ങനെയാ? ഓപ്പോസിറ്റ് ആണ്. അപ്പൊ വർക്ക് എന്തായിരിക്കും? വർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ.